ചാലക്കുടിയിൽ ഹിന്ദു ഏകതാ സമ്മേളനം നടത്തി. മതേതരത്വത്തിന്റെ പേരിൽ ഭരണഘടനയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന നേതാക്കളാണ് യഥാർത്ഥത്തിൽ ഭരണഘടനയെ അവഹേളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് റിട്ടയേർഡ് ജില്ലാ ജഡ്ജി പി മാധവൻ അഭിപ്രായപ്പെട്ടു. ചാലക്കുടിയിൽ നടന്ന ഹിന്ദു ഏകതാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചാലക്കുടി നഗരസഭയിലെ 37 വാർഡുകൾ കേന്ദ്രീകരിച്ച് ഹിന്ദു ഏകതാ സമ്മേളനത്തിൽ കേരള കാർഷിക സർവകലാശാല സൂപ്രണ്ട് പി ജി സതീഷ് അധ്യക്ഷനായി. ചാലക്കുടി ഇൻഡോർ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ കൊടകര അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രം ആചാര്യൻ സ്വാമി ദേവചൈതന്യാനന്ദ സരസ്വതി അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന സെക്രട്ടറി ആർ വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. യോഗത്തിൽ വെച്ച് ആധാർ കാർഡിന്റെ ചിഹ്നം രൂപകൽപ്പന ചെയ്ത ചാലക്കുടിക്കാരനായ അരുൺ ഗോപാലിനെയും അഭിരാമി അരവിന്ദാക്ഷനെയും ആദരിച്ചു. ചാലക്കുടി സേവാഭാരതിക്ക് വേണ്ടി മൊബൈൽ ഫ്രീസർ വാങ്ങുന്നതിലേക്ക് ആദ്യ തുക ചടങ്ങിൽ വെച്ച് സേവാഭാരതി പ്രസിഡന്റ് കെ പീതാംബരനും സെക്രട്ടറി നിഷിൽ വിജയനും ഏറ്റുവാങ്ങി. പോട്ട ഗുരുജി കലാക്ഷേത്രയുടെ നേതൃത്വത്തിൽ മേളം, കൂടപ്പുഴ യദുകുല നാട്യവേദി അവതരിപ്പിക്കുന്ന വീരനാട്യം, കൂടപ്പുഴ ഹരി ഓം ബാലകുലം അവതരിപ്പിക്കുന്ന നൃത്തങ്ങൾ, ആചാര്യ ജയരാധാകൃഷ്ണൻ അവതരിപ്പിക്കുന്ന നാരായണീയ പാരായണം തുടങ്ങിയ പരിപാടികളും നടന്നു. സംഘാടക സമിതി ജനറൽ കൺവീനർ സജിത് കുമാർ വി പി സ്വാഗതവും സംഘാടക സമിതി സംയോജക് എം പ്രതീഷ് നന്ദിയും അറിയിച്ചു. അതിന് നിങ്ങൾ എന്തിനാ വിഷമിക്കണേ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇന്നത്തെ ഭരണകർത്താക്കളും പ്രതിപക്ഷ നേതാക്കളും എല്ലാം ഹിന്ദുവിനെ എങ്ങനെയെങ്കിലും നശിപ്പിച്ചിട്ടാണെങ്കിലും എനിക്ക് സ്ഥാനമാനങ്ങൾ കിട്ടണം, മുഖ്യമന്ത്രിയാവണം, അല്ലെങ്കിൽ ഭരണ നേതൃത്വത്തിൽ വരണം എന്നുള്ള മത്സരത്തോടു കൂടി ആവാഹിച്ചെടുത്ത് തനിക്ക് മുമ്പിൽ കാണുന്ന സർവ്വതിനെയും ഈശ്വരനായി സർവ്വതിലും ഈശ്വരനെ ദർശിച്ച് ഭേദചിന്തകൾക്കതീതമായി വ്രതനിഷ്ഠയോടുകൂടി ഇരുമുടി കെട്ടുനിറച്ചു നെയ്മുദ്ര നിറച്ച് നഗ്നപാതരായി കല്ലും മുള്ളും